നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ പോലീസുകാരൻ നമ്മളെ സുനന്ദയുടെ അച്ഛനെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ നിങ്ങൾ മോളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗാർഹിക പീഡനത്തിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുനന്ദയുടെ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. സുനന്ദയുടെ അമ്മ കുറേ തടയാൻ നോക്കിയെങ്കിലും പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല. സുനന്ദയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയതിന് ശേഷം സുനന്ദയുടെ അച്ഛനെ ഒരുപാട് പോലീസുകാർ ഉപദേശിക്കുകയും, നിങ്ങൾക്ക് നാണമുണ്ട് ഇങ്ങനെ സ്വന്തം മോളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ, ഇത് നിങ്ങളെ മോൾക്കും കൂടി ബാധിക്കില്ലേ, നിങ്ങളതൊന്നും ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, ഇവരെൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചില്ല, അതിന് പരാതിയൊന്നുമില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, അതിനു മുൻപ് നിങ്ങൾ അവിടെ കയറി ഇവരെ അടിച്ചില്ലേ, അപ്പം അതിന് ഞാൻ കേസ് എടുക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനെയും അനിയന്മാരെയും പോലീസ് വെറുതെ വിടുകയാണ് അവിടുന്ന്. അങ്ങനെ അവർ തിരിച്ച് നിധിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തിയതിന് ശേഷം തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. നിധി പറയാൻ, നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് ഏട്ടൻ അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നീ ഉണ്ടായിട്ടാണ്, നിന്റെ മിടുക്ക് കൊണ്ടാണ് ഇറക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അവളെ നന്നായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. സുനന്ദയെ പറ്റിയിട്ട് എല്ലാവരും മോശമായിട്ട് പറയുമ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടൻ മാത്രം അത് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. നിധി ആയിക്കോട്ടെ, നിധിയും സുനന്ദയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സുനന്ദ കാരണമാണ് ഇങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതെന്നൊക്കെ ഹരീഷും നികേഷും സുധീഷും പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. നിധിയാണെങ്കിൽ അതിനെ എതിർത്ത് പറയുന്നുണ്ട്, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളൊരു പാവമാണ്, അവളെ വീട്ടിൽ അവളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൾക്കൊന്നും തുറന്ന് പറയാൻ പറ്റാത്തതെന്നൊക്കെ പറയാണ്. അപ്പം സുധീഷ് പറയാണ്, അവളെല്ലാം അറിഞ്ഞതല്ല, അവളല്ലേ ഇങ്ങോട്ട് വന്നത്, അപ്പം അവൾക്ക് നേരെ ചെന്ന് പോലീസിനോട് പറഞ്ഞാൽ പോരെ, അതിനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സുനന്ദയെ സുധീഷ് കുറച്ച് താഴ്ത്തി കെട്ടിയിട്ടും നമ്മളെ നിധിയെ കുറച്ച് അഭിനന്ദിച്ചിട്ടൊക്കെയാണ് ആ സമയം സംസാരിക്കുന്നത്. സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നത്, ഇതിൻ്റെ പേരിൽ നമ്മളെ സുനന്ദയ്ക്ക് ഇനി ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനൊക്കെയാണ് നമ്മളെ സുഭാഷ് ഏട്ടന്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടൻ ഇങ്ങനെ പാവം എന്ന് വിചാരിച്ചിരിക്കുന്നത് വെറുതെയാണ്, അത് അത്ര പാവമൊന്നുമല്ല, അതിങ്ങോട്ട് വരുന്നത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നമ്മളെ സുനന്ദയെ കുറച്ച് താഴ്ത്തി കെട്ടി പറയുന്നൊക്കെ ഉണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ സുധീഷിനോടും ഹരീഷിനോടും കൂടിയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ അവിടെ പോയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് പോലീസുകാർ കയറി ഇടപെട്ട് സോൾവ് ആക്കിയൊരു പ്രശ്നമാണ്, അപ്പോൾ ഇനിയും അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ എന്ന് നമ്മളെ നിധി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇതിവിടെ വെച്ച് തീർന്നു, ഇനി ഇതിനെ പറ്റിയൊരു പ്രശ്നം ഇവിടെ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മളെ സുനന്ദയുടെ അച്ഛനെ പോലീസുകാർ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ സുനന്ദയുടെ പെണ്ണുകാണലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സുനന്ദയുടെ അമ്മയും മാമനും അച്ഛനെയൊക്കെ സുനന്ദയെ പലതും പറഞ്ഞിട്ട് വരട്ടുന്നുണ്ട്. നീ അവർ പെണ്ണ് കാണാൻ വരും, ഇവിടെ നല്ലപോലെ നിൽക്കണം, പിന്നെ അതുപോലെ നമ്മൾ പോലീസുകാരോട് സത്യം പറഞ്ഞതിന് അവരെല്ലാവരും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ നിന്റെ അച്ഛനെ നാണം കെടുത്തിയില്ലേ, പോലീസുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ പോലെ ഇനി വരുന്ന ചെക്കൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി കഴിഞ്ഞാൽ കൊന്നു കളയുന്ന സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട്. സുനന്ദയുടെ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, അത് അവളെ കൊന്നിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദ ഒറ്റ നിൽപ്പിൽ കരഞ്ഞു നിൽക്കുകയാണ്, ഇതെല്ലാം ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ. നിധിക്കാണെങ്കിൽ അവളുടെ ഏട്ടത്തിയുടെ ഒരു കോള് പെട്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെ രാത്രിയാണ് കോള് വരുന്നത്. ഏട്ടത്തി നിധിയോട് സുധീഷിൻ്റെ വിവാഹത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധി സത്യം തുറന്ന് പറയുന്നുണ്ട്, ഞാൻ സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് മാരേജ് ചെയ്തതാണ്, അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്, എനിക്ക് ഡ്രൈവറായിട്ട് വന്ന ആളാണ് സുധീഷ്, അല്ലാതെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ സത്യങ്ങളെല്ലാം ഏട്ടത്തിയോട് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്രയും കാലം അത് പറയാഞ്ഞത്? അപ്പം നിധി പറയുന്നുണ്ട്, നിങ്ങൾ അതിന് പറ്റിയുള്ള ഒരു സമയം എനിക്ക് തന്നോ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട്, ഇനി നീ അവിടെ നിൽക്കണ്ട, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആണ്, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ വിവാഹം ലീഗലി കഴിഞ്ഞെന്നാണ് നിധി പറയുന്നത്. അങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോരാൻ പറ്റില്ല, അതുകൊണ്ട് നീ അത് മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യണം, എന്നാൽ സുധീഷിൻ്റെയും നിൻ്റെയും ഭാവിക്ക് അതല്ല നല്ലത്, നിനക്കും അവനൊരു ജീവിതം വേണ്ട, അല്ലാതെ നിങ്ങൾ സ്നേഹിച്ചിട്ടല്ലല്ലോ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ഏട്ടത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് നിധിയും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, എനിക്ക് അങ്ങനെ ഇവിടുന്ന് ഊരി പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് ഡിവോഴ്സ് വാങ്ങാതെ ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും എന്നൊക്കെ നിധിയും അപ്പോഴാണ് ചിന്തിക്കുന്നത്.
ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും വലിയൊരു കാര്യം നീ എന്താ ഇത്രയും സില്ലി ആയിട്ടാണോ കണ്ടത്? നീ എന്തായാലും ഇനി അവിടെ നിൽക്കണ്ട, കുറച്ചും കൂടി കാലം നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഡിവോഴ്സ് തരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലോ? ഇത്രയും കാലം ഭാര്യയും ഭർത്താവായി നിന്നില്ല, അപ്പം ഇനിയും അങ്ങനെ നിന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് നിധിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിധി കുറച്ച് പേടിച്ച് പോകുന്നുണ്ട്, അഥവാ ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ നിധിയോട് പോയിട്ടൊരു വക്കീലിനെ എത്രയും പെട്ടെന്ന് പോയി കാണാൻ പറയുന്നുണ്ട്. അവരോട് കാര്യങ്ങൾ പറയണം, ഇതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു എന്ന് പറയണം, എന്നിട്ട് ഡിവോഴ്സ് വാങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. നാളെ തന്നെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി കിടന്നതിൻ്റെ ശേഷം ഒരു സ്വപ്നം കാണുകയാണ്. സുധീഷിൻ്റെ അടുത്ത് പോയി പറയുന്നതും, സുധീഷ് ഇത് പറ്റില്ല, നിന്നെ ഞാൻ വിവാഹം കഴിച്ചതാണ്, ഇത് മരണം വരെ ഇങ്ങനെ തുടർന്നാൽ മതി എന്നും പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ ചിരിക്കുന്നതും ഒക്കെ ആലോചിച്ച് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് നമ്മളെ നിധി. അങ്ങനെ അത് ആലോചിച്ച് പേടിച്ചിട്ട് അവളെ ഇപ്പം തന്നെ എന്നാൽ രാത്രി തന്നെ പോയിട്ട് ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഡിവോഴ്സിൻ്റെ കാര്യം പറയാനായിട്ട് വാതിൽ തുറന്ന് പോകുമ്പോൾ അവിടെ അവർ 4 പേരും കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ സുധീഷിനെ പതുക്കെ അവിടുന്ന് വിളിക്കുകയാണ്. ആ വിളി കേട്ടപ്പോൾ സുധീഷ് ആകെ സന്തോഷിച്ച്, എന്ത് രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത്, ട്രാക്കിൽ വീണോ എന്നൊക്കെ വിചാരിച്ചിട്ട് സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ നമ്മൾ നിധി പോകുന്നത് ഡിവോഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുറത്ത് വന്ന നിധി കുറച്ച് നേരം മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ നമ്മളെ സുധീഷ് വിചാരിക്കുന്നു ഐ ലവ് യു എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ പറയണം എന്നാവും ചിലപ്പോൾ ആലോചിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് സുധീഷ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയാണ്, നീ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചില്ലേ അതുപോലെ അങ്ങോട്ട് പറഞ്ഞൊരു ഫോർമാലിറ്റി ഒന്നും വേണ്ടാന്നിങ്ങനെ പറയാണ്. അങ്ങനെ നിധി പറയാണ്, നീ എന്നെ അന്ന് പാർക്കിൽ കൊണ്ടുപോയില്ലേ രാത്രി, അതുപോലെ ഇപ്പോഴും കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ സുധീഷിനാകെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് സ്വപ്നമല്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ നിധി എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവുകയാണെന്നൊക്കെയാണ് നമ്മുടെ സുധീഷ് വിചാരിക്കുന്നത്. അപ്പം എന്താ കാര്യം, എന്താ പ്രശ്നമുണ്ടോ, അന്നത്തെ പോലെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോവുകയാണെന്നൊക്കെ നമ്മളെ സുധീഷ് ചോദിക്കുമ്പോൾ ഏയ് അല്ല, എനിക്ക് കുറച്ച് ഇയാളോട് സംസാരിക്കണം എന്ന് തോന്നി, അതാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഫോൺ എടുത്തിട്ട് വരാമെന്ന് നമ്മളെ നിധി പറയും. അപ്പോൾ നമ്മളെ സുധീഷ് ഭയങ്കര ത്രില്ലിൽ നിൽക്കണം, ആ നൈറ്റ് പോവാം, നല്ല തണുപ്പുള്ള രാത്രി, ഭയങ്കര ഫീലിങ്സിലൊക്കെയാണ് നമ്മളെ സുധീഷ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെ നിധി പോയിട്ട് ഡൈവോഴ്സ് ചോദിക്കുന്നതും ഡൈവോഴ്സിന് നമ്മളെ സുധീഷ് സമ്മതിക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.